പ്രേക്ഷിത പ്രവർത്തനമാണെങ്കിൽ പണം വാങ്ങരുത്. ചർച്ചിൻ്റെ ഒരു 5 പൈസ വെച്ച് ഞാൻ എന്നേയോളം ഞാനോ എൻ്റെ കുടുംബവും ജീവിച്ചിട്ടില്ല. ഒരു പക്ഷേ അങ്ങേക്ക് അറിയാമായിരിക്കും, പക്ഷേ അങ്ങേക്ക് ഒരു പക്ഷേ പറയാൻ പറ്റുന്നില്ല. എനിക്ക് നമ്പർ ഓഫ് ഇത് അറിയാം. അച്ഛന്മാരുടെ മാത്രമല്ല കന്യാസ്ത്രീയുടെ കാര്യം പറയാം. അപ്പോൾ ഒരു ട്രാൻസ്ജെൻഡറായിട്ട് ഒരു വ്യക്തി മാറാനായിട്ട് ഒരു അച്ഛൻ ഒരു പുരോഹിതൻ കാരണമായി എന്ന് പറയുമ്പോൾ അത് ചിലപ്പോൾ എനിക്ക് താങ്ങാൻ പറ്റത്തില്ല. ആരാണ് ഈശ്വരൻ? ഒറ്റ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പറയാം, ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു ജീവചൈതന്യമാണ് ഈശ്വരൻ. എങ്ങനെ കണ്ടെത്താം? ഓക്സിജനെ കണ്ടെത്താൻ ഏറ്റവും വലിയ മാർഗം എന്ന് പറയുന്നത് എന്നിലിരിക്കുന്ന ജീവശ്വാസമായ ഓക്സിജനെ കണ്ടെത്തിയിട്ട് പുറമേ നോക്കുന്നതാണ്. ഈ ഭയപ്പെടുത്തുന്ന ഈശ്വരനെ പ്രാർത്ഥിക്കേണ്ട ആവശ്യമുണ്ടോ? ഭയപ്പെടുത്തുന്ന ഈശ്വരൻ എന്ന് പറയുന്ന സാധനം ഇല്ലല്ലോ. പ്രാർത്ഥിക്കുന്നതും മനുഷ്യനെ പറ്റിച്ച ഒരു ആശയമാണ്. പ്രാർത്ഥിച്ചിട്ട് എന്നേയുള്ള ആൾക്കാർ ഒരു റിസൾട്ട് കിട്ടിയിട്ടില്ല. ഞാൻ ജീസസ് ക്രൈസ്റ്റിൻ്റെ ഒരു ഭയങ്കര വലിയ ബിലീവറാണ്. ഇതിനോടൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം, എത്രത്തോളം കണ്ട് ഒരു ഡെഡ് ബോഡിയെ മാർക്കറ്റിംഗ് ചെയ്യാൻ പറ്റുമെന്ന്. ഇത് മറ്റ് മതങ്ങളിൽ ഉണ്ടോ എന്ന് പോലും എനിക്ക് സംശയമുണ്ട്, ഇത്ര ഡീപ്പായിട്ട്. അതുകൊണ്ടാണ് ഞാൻ എമൗണ്ട് നമ്മൾ എങ്ങനെ കൂട്ടിയാലും നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അവൻ്റെ സമ്പാദ്യങ്ങൾ മുഴുവനും ഒരു പക്ഷേ ഭൂരിപക്ഷ സമ്പാദ്യം നൽകുന്നത് ഈ സഭകൾക്കാണ്. തീർച്ചയായും. എന്നിട്ട് സഭകൾ എന്താ ചെയ്യുന്നത്? ഞാൻ പലപ്പോഴും സത്യം പറയാം, എൻ്റെ നെഞ്ചത്തൊക്കെ കൈതൊട്ടാൻ പറയല്ലോ, പല പള്ളികളും കാണുമ്പോൾ എനിക്ക് സങ്കടം തോന്നും. ആ പള്ളിയുടെ കീഴിൽ താമസിക്കുന്ന ആളുകളെ കാണാൻ പറ്റാത്ത വ്യക്തികൾ ഇത്രയും വലിയ പള്ളികളും ഇത്രയും വലിയ കാര്യങ്ങളും പണിത് വെച്ച് അതിൻ്റെ അകത്ത് ഫാനിട്ടിരിക്കുമ്പോൾ എനിക്ക് ഇവിടെ ഈശ്വരൻ ഇല്ല എന്ന് ഞാൻ ഓരോ പള്ളിയുടെ നോക്കി ഞാൻ പറയും, ഇവിടെ ഈശ്വരൻ ഇല്ല. ഉറപ്പാണ്. കാരണം ആ ഉയരത്തിന് താഴെ അതിൽ നിന്ന് ഒരു 50 കട്ട എടുത്താൽ നമുക്ക് വേണ്ടി ഒരു ചെറിയ കുടിൽ വെച്ച് കൊടുക്കാം പല മനുഷ്യരും. അപ്പോൾ ഇത് അപ്പം ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇത്രയും വലിയൊരു മാർക്കറ്റിംഗ് ഒരു ഡെഡ് ബോഡിയെ വെച്ച് അല്ലെങ്കിൽ ഒരു ഇതിനെ വെച്ച് അല്ലെങ്കിൽ പിന്നെ പണം വാങ്ങരുത്. പ്രേക്ഷിത പ്രവർത്തനമാണെങ്കിൽ പണം വാങ്ങരുത്. അല്ലേ? ശരിയല്ല. ഒരു പ്രീസ്റ്റ് ആണല്ലോ. ഞാൻ എൻ്റെ ഒരു ആശയം പറയുന്നത് കേട്ടോ, ചെയ്യരുത്. എവിടെ യേശുക്രിസ്തു കിടക്കുന്നു, എവിടെ ഇത്തരത്തിലുള്ള ആളുകൾ കിടക്കുന്നു, ഇവർ രണ്ട് തമ്മിൽ എന്താ ബന്ധം ശരിക്കും എനിക്ക് എപ്പോഴും മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് എനിക്ക് തീർച്ചയായിട്ടും നെഞ്ചി കൈവച്ച് പറയാൻ പറ്റും, ചർച്ചിൻ്റെ ഒരു 5 പൈസ വെച്ച് ഞാൻ എന്നേയോളം ഞാനോ എൻ്റെ കുടുംബവും ജീവിച്ചിട്ടില്ല. കാരണം എനിക്ക് സ്വന്തമായിട്ട് കമ്പനിയുണ്ട്, എനിക്ക് സ്വന്തമായിട്ട് കുറച്ച് ബിസിനസ് സംരംഭങ്ങളുണ്ട്. എൻ്റെ ഇൻകം എല്ലാം അതിനകത്തുനിന്ന്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ചില എൻ്റേതായിട്ടുള്ള കഴിവുകൾ ഉപയോഗിച്ച് ഞാൻ ഉണ്ടാക്കിയെടുത്ത ട്രെയിനിങ് പ്രോഗ്രാം, സെമിനാർ, അങ്ങനെ ചർച്ചിൻ്റെ കാശ് വെച്ച് എന്നേയോളം ജീവിച്ചില്ല. ചിലരെങ്കിലും ഞാൻ ചില വീഡിയോസിടുമ്പോൾ എൻ്റെ അടിയിൽ വന്ന് കമൻറ്റ് ഇടാറുണ്ട്, ഇത്രയും നാൾ തിന്നത് ചർച്ചിൻ്റെ കാശ് വെച്ച് തന്നെയല്ലേ എന്ന്. പക്ഷെ അത് അവർക്ക് അറിയാത്തതുകൊണ്ടാണ്. അതെ, നമ്മളിപ്പോൾ ഇത്രയും ഇപ്പോൾ ഞാനീ പറഞ്ഞ ഒരു മാർക്കറ്റിംഗ് സൈഡ് ഒരു പക്ഷേ ജീവിക്കാനായിരിക്കും, പക്ഷെ അത് ഇത്രത്തോളം കണ്ട് പിഴിയരുതെന്നുള്ള അഭിപ്രായക്കാരനാണ്. പക്ഷെ അതിൻ്റെ ഒപ്പം തന്നെ മറ്റൊരു എൻ്റെ ഒരു പോസിറ്റീവ് സൈഡ് എന്ന് പറയുന്നത് കുറച്ചുകൂടി ക്രിസ്ത്യാനിറ്റി കുറച്ചുകൂടി വൈഡാണ്. എല്ലാ മനുഷ്യർക്കും കടന്നു ചെല്ലാനും പള്ളിയിൽ പ്രാർത്ഥിക്കാനൊക്കെ ഒരു സാഹചര്യം കാര്യങ്ങളെല്ലാം അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് എന്തിൻ്റെ പുറത്താണെങ്കിലും നല്ലൊരു കാര്യമാണെന്ന് മാത്രമേ എനിക്ക് ആ ഒരു പോസിറ്റിവിറ്റി എനിക്കുണ്ട്. പിന്നെ കുറച്ച് തീവ്രമായ കാര്യങ്ങൾ അവിടെ കൊടുക്കുന്നില്ല എന്നുള്ളൊരു തോന്നൽ എനിക്ക് മറ്റു മതങ്ങൾ വെച്ച് നോക്കുമ്പോൾ വളരെ തീവ്രമായ കാര്യം ഇല്ല അവിടെ. ഇപ്പോൾ ഒരു ക്രിസ്ത്യാനിയുടെ മുന്നിൽ നിന്ന് ജീസസ് ക്രൈസ്റ്റ് കള്ളനാന്ന് പറഞ്ഞാൽ അവൻ ആണോ, ഓക്കെ, കുഴപ്പമില്ല, അവനൊരു പ്രശ്നമില്ല അതിൻ്റെ അത് ആയിക്കോട്ടെ. ഞാൻ പലപ്പോഴും പല ക്രിസ്ത്യാനികളും തീവ്രമായിട്ട് പെരുമാറുന്നത് ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ മറ്റു മതങ്ങളിലുള്ള ആളുകൾ അത് തീവ്രത കൂട്ടിയെടുക്കാറുണ്ട്. ഒരു പക്ഷേ ഈ പള്ളിയിലെ അച്ഛന്മാർ നമ്മൾ തല്ലുണ്ടാക്കുന്നത് കൊണ്ടായിരിക്കാം അവർക്ക് എന്താ പറയുക, അവർക്കൊരു ഒരുമയില്ല. പിന്നെ നമ്മളിനത് ഒറ്റപ്പാടുണ്ടാക്കുന്നതാണ്. അപ്പം ഞാൻ പറഞ്ഞത് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഇതിപ്പോൾ നൂറ്റാണ്ടുകളായിട്ട് ഒരു ക്രിസ്ത്യൻ സമൂഹം അനുഭവിക്കുന്ന പല പ്രശ്നങ്ങളുമാണത്. അവരെന്തുകൊണ്ട് ഒരു ഹയർ പോയിന്റിലോട്ട് വരുന്നില്ല? പലപ്പോഴും നമ്മൾ എടുത്തു നോക്കിക്കോ, ഒരു മനുഷ്യനും ഒരു പക്ഷേ നൂറ്റാണ്ടുകൾക്ക് ശേഷം ഇവിടെ ഒരു മനുഷ്യനും ക്രിസ്ത്യൻ സമൂഹത്തിൽ നിന്ന് ആ ഒരു സ്പിരിച്വാലിറ്റിയുടെ ഒരു എക്സ്ട്രീം ലെവലോട്ട് വരുന്നില്ല. അപ്പോൾ ഇത് എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ചിന്തിക്കുന്നത്? ഓക്കെ, 2 കാര്യങ്ങൾ. ഒന്നീ പറഞ്ഞതുപോലെ ഇത് ബിസിനസ്സിന് വേണ്ടി മാത്രമായിട്ട്, അണികളെ ചേർക്കാൻ വേണ്ടി മാത്രമായിട്ടുള്ള പ്രസ്ഥാനമായിട്ട് നിലനിർത്തുന്നു. 2, ഈ നേതൃത്വ സ്ഥാനത്തിരിക്കുന്ന വ്യക്തികൾക്കൊന്നും ജീസസ് പറഞ്ഞ കോർ സ്പിരിച്വാലിറ്റിയെ കുറിച്ചിട്ട് മനസ്സിലായിട്ടില്ല. അവർക്ക് തിയോളജി അറിയാം, ബൈബിൾ നന്നായിട്ട് വ്യാഖ്യാനിക്കാൻ അറിയാം, പക്ഷെ അവരുടെ ലൈഫിനകത്തൊന്നും ഇത് യാഥാർത്ഥ്യമായിട്ടില്ല. യാഥാർത്ഥ്യമായ വ്യക്തികളെ ഒന്നും അവരതിനകത്ത് നിർത്തിയിട്ടുമില്ല. അവർ പിന്നെ പുറത്തേക്ക് പോകും. ഓക്കെ, സോ പുറത്തേക്ക് പോകുമ്പോഴത്തേക്ക് പിന്നെ അവർക്ക് സ്പേസ് ഇല്ല. ഇതിനകത്ത് ഈ കാര്യങ്ങളൊന്നും മറ്റുള്ളവരിലേക്ക് പറയാനായിട്ടുള്ള സ്പേസ് ഇല്ല. അത് ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നം. അപ്പോൾ ഇപ്പോൾ അതുകൊണ്ട് ഞാൻ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിന്ന് കാര്യങ്ങൾ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെയാണ്. അവർ സ്പേസ് തരത്തില്ല. ഒരു ചർച്ചിൽ കയറി, അല്ലെങ്കിൽ ഒരു സൺഡേ സ്കൂളിലോ, അല്ലെങ്കിൽ ഒരു ക്യാമ്പിനകത്തോ, ചർച്ച് നടത്തുന്നതിനകത്ത് കയറി നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അവർ ആ ഡോറെല്ലാം നല്ല വിദഗ്ധമായിട്ട് ക്ലോസ് ചെയ്തു. സോ ഇങ്ങനെ അനുഭവം ഉണ്ടാകുന്ന വ്യക്തികളെല്ലാം അവർ പുറത്ത് ചാടിച്ചുകൊണ്ടിരിക്കുക. ഈ ഇടയ്ക്ക് അടൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു നല്ലൊരു തിരുമേനി ഉണ്ടായിരുന്നു. അദ്ദേഹം ഇപ്പോൾ മരിച്ചുപോയി. ഹെവൻലി ഫയർ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഒരു മിനിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല ഹോളി സ്പിരിറ്റ് അനോയിൻറ്റിംഗ് ഒക്കെ ഉള്ളൊരു വ്യക്തിയാണ്. അദ്ദേഹം ജെന്യുവൻ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ചെയ്യാൻ നോക്കിയപ്പോഴത്തേക്ക് അദ്ദേഹത്തെയും ഔട്ട്കാസ്റ്റ് ചെയ്തു. അദ്ദേഹം പുറത്തു നിന്നിട്ട് സ്വന്തമായിട്ട് തന്നെ കാര്യങ്ങൾ ചെയ്തത്. സോ ആർക്കൊക്കെ ഈ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അവരെല്ലാം ജീസസ് പറഞ്ഞില്ലേ, നിങ്ങളെ അവർ പള്ളിപ്രഷ്ടരാക്കും. പച്ച മരത്തോട് ഇങ്ങനെ ചെയ്തെങ്കിൽ ഉണക്ക മരത്തോട് എത്രയധികം. സോ ഇത് ആദ്യമേ അദ്ദേഹം പ്രെഡിക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്.
സോ അതിനകത്ത് അതുകൊണ്ട് അതിശോക്തിയൊന്നും ഞാൻ തോന്നുന്നില്ല. അപ്പോൾ ക്രിസ്ത്യാനിറ്റിക്കകത്ത് വളർച്ച വേണമെന്നുണ്ടെങ്കിൽ ഈ മതത്തിൻ്റെ ഡോക്ട്രിൻസും അതിർവരമ്പുകളും പൊട്ടിച്ചിട്ട് ആൾക്കാർ വെളിയിലേക്ക് വന്ന് തുടങ്ങണം. അതിന് ഒരു മുഖാന്തരമായി മാറാൻ പറ്റുമെങ്കിൽ ഞാൻ സന്തോഷിക്കും. എനിക്ക് തോന്നുന്നില്ല ഇത് എത്രത്തോളം കണ്ട്, കാരണം ഇപ്പോഴും അത് എവിടെയോ മാനസികമായി കൃത്യമായ ഹിപ്നോട്ടിക് സ്റ്റേറ്റിലൂടെയാണ് അവിടുത്തെ ഈ പറയുന്ന വിശ്വാസികളെ കൊണ്ടുപോകുന്നത്. കൃത്യമായി നമുക്ക് പുറത്തുനിന്ന് നോക്കുമ്പോൾ മനസ്സിലാവും എല്ലാവരെയും ഹിപ്നോസിസിലൂടെ കൊണ്ടുപോകുന്നത്. അതായത് നിങ്ങൾക്ക് ഞങ്ങളില്ല, ഇല്ലെങ്കിൽ നിങ്ങളില്ല എന്നുള്ളൊരു വ്യക്തമായ ബോധ്യം ഇവർ വളരെ ചെറുപ്പത്തിൽ ഈ സാധനം കൊടുത്തു വെച്ചിട്ടുണ്ട്. അത് സെമിനാറിൽ പഠിപ്പിക്കുന്നുണ്ട്, സബ്ജക്റ്റ് അതാണ് പഠിപ്പിക്കുന്നുണ്ട്. പലപ്പോഴും പണ്ട് കാലങ്ങളിലൊക്കെ വളരെ എനിക്കാണെങ്കിൽ വൈദികരോടൊക്കെ ഭയങ്കര സ്നേഹമാണ്. കാരണം അവരുടെ ലൈഫൊക്കെ മാറ്റി വെച്ച് കാര്യങ്ങൾ ചെയ്ത്. എന്നാൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ വളരെ കുറച്ച് വൈദികരെ മാത്രമേ അങ്ങനെ കണ്ടിട്ടുള്ളൂ. പലപ്പോഴും പണത്തിനോട് താല്പര്യപ്പെടുന്ന, അല്ലെങ്കിൽ മറ്റ് വസ്തുക്കളോട് താല്പര്യപ്പെടുന്ന, അല്ലെങ്കിൽ ലൈഫിൻ്റെ മറ്റ് കാര്യങ്ങൾ ആഗ്രഹിച്ച് വരുന്ന പല ആളുകളും മാത്രമേ ഞാൻ പലപ്പോഴും കാണാറുള്ളൂ. ഉണ്ട്. എൻ്റെ ഒരു സുഹൃത്ത്, എൻ്റെ കൂടെ ഞങ്ങൾ ഒരുമിച്ച് പഠിച്ച സുഹൃത്ത്, പിന്നീട് ആ വ്യക്തി ഒരു ട്രാൻസ്ജെൻഡറായി മാറുകയൊക്കെ ചെയ്തു. അപ്പോൾ അദ്ദേഹത്തിന് ഞാൻ ഒരു ദിവസം കൊച്ചിയിൽ വെച്ച് കാണാനിടയായി. എന്നെ ഒരുപാട് നാൾ വിളിച്ചു. അപ്പോൾ ഞാൻ പോയി കണ്ടു. അപ്പോൾ എനിക്കറിയില്ലായിരുന്നു ഇദ്ദേഹം ഈ ട്രാൻസ്ജെൻഡർ ആയ കേസ് എനിക്ക് അറിയില്ലായിരുന്നു. ഇവർക്ക് ഐഡൻറ്റിറ്റി കാർഡൊക്കെ ഉണ്ട്. അപ്പം അദ്ദേഹം എൻ്റെ അടുത്തൊരു കാര്യം പറഞ്ഞു, സ്വർഗീയ അനുരാഗിയായ ഒരു ഫാദറിൻ്റെ കഥ. സത്യം പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയത് എവിടെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ അച്ഛനൊരു സ്വർഗാനുരാഗി ആയതിൻ്റെ പ്രശ്നമല്ല, പക്ഷേ അച്ഛൻ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഈ വ്യക്തിനെ കൊണ്ടുപോയി ചെയ്ത കാര്യങ്ങളെല്ലാം പള്ളിയുടെ അകത്ത് വെച്ചാൽ അവിടെയാണ് ഞാൻ ഞെട്ടിപ്പോയത്. ഒരുപക്ഷെ അങ്ങേക്ക് അറിയാമായിരിക്കും, പക്ഷേ അങ്ങേക്ക് ഒരുപക്ഷെ എനിക്ക് പറയാൻ പറ്റുമെങ്കിൽ എനിക്ക് നമ്പർ ഓഫ് ഇത് അറിയാം. അച്ഛന്മാരുടെ മാത്രമല്ല കന്യാസ്ത്രീയുടെ പറയാം. അപ്പോൾ ഞാൻ പറയുന്നത് ഒരു വൈദികന് ഇത് തെറ്റാണെന്ന് ഒരിക്കലും ഞാൻ വിശ്വസിക്കുന്നില്ല. സെക്ഷുവാലിറ്റി അവർ ഉറപ്പായിട്ടും വേണം. ഒരു മനുഷ്യൻ്റെ ഏറ്റവും ആവശ്യമായ ഘടകങ്ങളിലൊന്നാണ് നമ്മുടെ ഹോർമോൺസിൻ്റെയും നമ്മുടെ ഇമോഷൻസിനെയും നമ്മുടെ സോഷ്യലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന, നമ്മുടെ ഉള്ളിൽ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യത്തിൽ തന്നെയാണ് ഞാൻ കാണുന്നത്. പക്ഷേ അതൊരു പള്ളിയുടെ അകത്ത് ഇരുന്ന് ചെയ്യുക എന്ന് പറയുന്നതിനോട് അപ്പോൾ ഇവർ മറ്റുള്ള മനുഷ്യരെ എങ്ങനെയായിരിക്കും കാണുന്നത്? അതെ, ആ പോയിന്റും ഞാൻ ഓക്കെയാണ്. പള്ളിക്കകത്തിരുന്ന് പോട്ടെ, പള്ളി മനുഷ്യ ഉണ്ടാക്കിയ ഒരു ബിൽഡിംഗ് ആണല്ലോ, അതും പോട്ടെ. പക്ഷെ എൻ്റെ ഹൈലൈറ്റ് അവിടെയല്ല. ഇങ്ങനെ ഒരു വ്യക്തിയെ ഈ ഒരു ലൈഫിനകത്തേക്ക് തള്ളിവിടാൻ ഒരു മനുഷ്യൻ, ഒരു അച്ഛൻ ഇടയായി എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെയാണ് എൻ്റെ പ്രശ്നം. അപ്പോൾ ഒരു ട്രാൻസ്ജെൻഡറായിട്ട് ഒരു വ്യക്തി മാറാനായിട്ട് ഒരു അച്ഛൻ, ഒരു പുരോഹിതൻ കാരണമായി എന്ന് പറയുമ്പോൾ അത് ചിലപ്പോൾ എനിക്ക് താങ്ങാൻ പറ്റത്തില്ല. ഓക്കെ, പള്ളി ഓക്കെ, മനുഷ്യനുണ്ടാക്കി ഒരച്ഛൻ വെഞ്ചരിച്ചു, അതിനൊരു വിശ്വാസ സ്ഥലമാക്കി വെച്ചു, അത്രയേ ഉള്ളൂ പള്ളിക്കകത്ത്. ആ പള്ളിക്കകത്തല്ലല്ലോ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇരിക്കുന്നത്. എല്ലാവർക്കും വന്ന് കുർബാന ചൊല്ലാനോ ആരാധിക്കാനോ ഇരിക്കാനോ ഒക്കെ പറ്റുന്ന ഒരു ഹോൾ, എന്താ പറയുക, ഒരു ഹോളിസ്റ്റിക് ആയിട്ടുള്ളൊരു ഹോൾ എന്ന് വേണമെങ്കിൽ പറയാം. അതിൽ കൂടുതൽ ഞാൻ അതിനകത്ത് പവിത്രതയൊന്നും കാണുന്നില്ല. ആരാണ് ഈശ്വരൻ? ആരാണ് ഈശ്വരൻ എന്ന് ഒറ്റ വാക്കിലാണോ വേണ്ടത്? ഒരു ഡെഫിനേഷനായിട്ട് കുറച്ച് വാക്കുകളാണ്. ഓക്കെ, ഒറ്റ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പറയാം, ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു ജീവചൈതന്യമാണ് ഈശ്വരൻ. ഇനി കുറച്ച് എക്സാജറേറ്റ് ചെയ്ത് പറയണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പറയാം, ഒരു സ്മോൾ ഫ്രീക്വൻസിയിൽ അല്ലെങ്കിൽ ഒരു ചെറിയൊരു വൈബ്രേഷനിൽ നിന്ന് തുടങ്ങി ഇന്ന് ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന എനർജിയുടെ സോഴ്സാണ്. എല്ലാ ജീവജാലങ്ങളുടെയും എല്ലാ ചരാചരങ്ങളുടെയും എല്ലാ വസ്തുതകളിലും നിറഞ്ഞു നിൽക്കുന്ന എനർജിയുടെ കളക്റ്റീവ്നെസ്സാണ് ഈശ്വരൻ. എങ്ങനെ കണ്ടെത്താം? ഓക്സിജനെ കണ്ടെത്താൻ ഏറ്റവും വലിയ മാർഗം എന്ന് പറയുന്നത് എന്നിലിരിക്കുന്ന ജീവശ്വാസമായ ഓക്സിജനെ കണ്ടെത്തിയിട്ട് പുറമേ നോക്കുന്നതാണ്. അല്ലെങ്കിൽ രക്തത്തിൻ്റെ സാമ്പിൾ ടെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ സിറിഞ്ചിലോ അല്ലെങ്കിൽ രക്തത്തിൻ്റെ കുറച്ച് തുള്ളികൾ എടുത്തിട്ട് ടെസ്റ്റ് ചെയ്തിട്ട് മുഴുവൻ രക്തത്തിൻ്റെ സാമ്പിൾ എടുക്കുന്നത് പോലെ എന്നിലിരിക്കുന്ന ആ ഈശ്വരൻ്റെ ഭാവത്തെ അറിയുക, എന്നിൽ ആ ഈശ്വര ചൈതന്യമുണ്ട്, അതിനെ അറിയുകയും അനുഭവിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. അത് ഒരു കുമ്പിൾ വെള്ളം സമുദ്രത്തിൽ നിന്ന് കോരി അതിൻ്റെ ടേസ്റ്റ് മനസ്സിലാക്കുമ്പോൾ ആ മുഴുവൻ സമുദ്രത്തിൻ്റെയും ക്വാളിറ്റി മനസ്സിലാകുന്നത് പോലെ എന്നിലിരിക്കുന്ന ആ ഈശ്വരൻ്റെ അംശത്തെ മനസ്സിലാക്കി കഴിയുമ്പോൾ മുഴുവൻ ഈശ്വര ഭാവത്തെയും നമുക്ക് അതിലൂടെ ദർശിക്കാൻ പറ്റും. ഈശ്വരനെ എങ്ങനെ അനുഭവിച്ചറിയാം? നമ്മൾ കണ്ണ് കാണുന്നുണ്ട്, പക്ഷെ കണ്ണ് കാണുന്നുണ്ടെങ്കിലും കണ്ണല്ല അതിനെ പ്രോസസ്സ് ചെയ്യുന്നത്. കണ്ണിനെ പ്രോസസ്സ് ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കുന്ന നമ്മുടെ ഇൻ്റലക്ച്വൽ സിസ്റ്റമുണ്ട്. ചെവി കേൾക്കുന്നുണ്ടെങ്കിലും ചെവിയല്ല അതിനെ പ്രോസസ്സ് ചെയ്യുന്നത്. അതിനെ മനസ്സിലാക്കാനായിട്ട് നമ്മുടെ ഇൻ്റലക്ച്വൽ സിസ്റ്റം കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇതുപോലെ നമ്മുടെ സ്പിരിറ്റിലൂടെ കിട്ടുന്ന ഈശ്വര അനുഭവത്തെ, ആസ്വാദനത്തെ ഓരോ മനുഷ്യരും ആസ്വദിക്കുന്നത് പല രീതിയിലാണ്. അത് വ്യക്തിഗതമാണ്. നമുക്ക് ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള രീതിയിൽ അത് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റത്തില്ല. നിങ്ങൾ പാൽപ്പായസം കുടിക്കുന്നത് പോലെയല്ല ഞാൻ ആസ്വദിക്കുന്നത്, നിങ്ങളൊരു സിനിമ കാണുമ്പോൾ ആസ്വദിക്കുന്നത് പോലെയല്ല ഞാൻ ആസ്വദിക്കുന്നത്. വ്യത്യാസം ഉണ്ടാകാം, പക്ഷെ സാധനം ഒന്ന് തന്നെയാണ്. ഇതുപോലെ ഈശ്വരനെ ആസ്വദിക്കുന്നത് പല രീതിയിലാണ്. ഓക്കെ, ഈ ഭയപ്പെടുത്തുന്ന ഈശ്വരനെ പ്രാർത്ഥിക്കേണ്ട ആവശ്യമുണ്ടോ? ഭയപ്പെടുത്തുന്ന ഈശ്വരൻ എന്ന് പറയുന്ന ഒരു സാധനം ഇല്ലല്ലോ. അത് മതം പ്രചരിപ്പിക്കുന്ന ഒരു തെറ്റായ ഒരു ആശയം മാത്രമാണ്. അങ്ങനെ ഈശ്വരൻ ഭയപ്പെടുത്തുന്ന ഒരാളല്ല, അങ്ങനെ ഒരു വ്യക്തിത്വം ഇല്ലല്ലോ. ഈശ്വരൻ എന്ന് പറഞ്ഞ ഒരു രൂപമില്ല, ഒരു വ്യക്തിത്വമില്ല, പിന്നെ എങ്ങനെ അവിടെ ഭയം ഉണ്ടാവും? അപ്പോൾ പിന്നെ ഈ പ്രാർത്ഥിക്കുന്ന എന്തിനായിരിക്കും?
ഭയമല്ലേ? പ്രാർത്ഥിക്കുന്നതും മനുഷ്യനെ പറ്റിച്ചൊരാശയമാണ്. പ്രാർത്ഥിച്ചിട്ട് എന്നേയുള്ള ആൾക്കാർ ഒരു റിസൾട്ട് കിട്ടിയിട്ടില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ജീവജാലങ്ങളൊക്കെ പ്രാർത്ഥിച്ചിട്ട് വേണ്ട ജീവിക്കാൻ. മനുഷ്യന് മാത്രമാണ് പ്രാർത്ഥന വെച്ചിരിക്കുന്നത്. അപ്പോൾ അതും മതത്തിൻ്റെ തെറ്റായ ഒരു ആശയം മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരു കാര്യത്തിൻ്റെ ആവശ്യമില്ല. ഇനി പ്രൊക്ലമേഷന് പവറുണ്ട്, അല്ലെങ്കിൽ കൺഫെഷന് പവറുണ്ട്. അത് ഈ പ്രപഞ്ചമാണ് നമുക്കത് ഒരുക്കി നൽകുന്നത്. നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്ന ആ കാര്യത്തെ വെച്ചിട്ട് നമ്മൾ കൺഫസ് ചെയ്യുമ്പോൾ, പ്രൊക്ലെയിം ചെയ്യുമ്പോൾ അതിനുള്ള സാഹചര്യങ്ങൾ ഈ പ്രപഞ്ചം ഒരുക്കി തരും. അതൊരു നിയമമാണ്. അതിനപ്പുറത്തേക്ക് പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു തെറ്റായ ആശയമാണ്.